ഇന്ന് ജൂൺ 15 ഫാദേഴ്സ് ഡേ ആണ്. ഇന്ന് എന്റെ ക്യാമറമാനായിട്ട് വന്നേക്കുന്നത് എന്റെ മോൻ തന്നെയാണ്. അപ്പൊ ഈ വീഡിയോയിലൂടെ ഞാൻ അവനൊന്ന് പരിചയപ്പെടുത്തുന്നത്, ഈ നമ്മൾ പണ്ട് മറ്റേ തമാശ പറയും, ഈ നമ്മുടെ ഫാദർ ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കയറി പിന്നെ ഞാൻ ഈ പരിപാടി നടത്തുന്നത് പറഞ്ഞ പോലെ ഈ അപ്പൻ ഒരു യൂട്യൂബറായി കഴിയുമ്പോൾ ഉള്ള ഒരു ഓവർവെൽമിങ്. ഞാൻ ആക്ച്വലി ഭയങ്കര സപ്പോർട്ടാണ് ഈ പരിപാടിക്ക്. പക്ഷെ അഭിനയിക്കാനൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇറ്റ് ഇസ് എ ലിറ്റിൽ ഓവർവെൽമിങ് ഫോർ മീ ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് ടോക്ക് ഇത്രയും freely. But I'm very excited that my dad's YouTube is actually going well and he's found his very newfound purpose. What I've noticed is that he's become very free for a loose side. YouTube we're also getting a lot of positive response on Pulidaya presentation, the way he takes people along with this journey. My dad has this hobby of ഈ കുപ്പി കളക്ഷൻ, ബോട്ടിൽസും കാര്യങ്ങളും ഇതുപോലെ തന്നെ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. വി യൂസ് ടു ഹാവ് കുറെ വെറൈറ്റി ഓഫ് ബോട്ടിൽസ് ഷോക്കേസിൽ വെക്കാനായിട്ട്. നമ്മളത് ഇതുപോലെ തന്നെ വൺസ് മം ഹാഡ് എ പ്രോബ്ലം, വി കൈൻഡ് ഓഫ് മൂവ്ഡ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ വി സ്റ്റാർട്ടഡ് ന്യൂ കളക്ഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഇതുപോലെ തന്നെ കളക്ഷൻ പീസും സെറ്റുകളും ഫുൾ ആയിട്ടില്ല. ബട്ട് വീവ് മാനേജ് ടു കളക്ട് ചെറിയ ജെംസ് ഫ്രം ഹിയർ ആൻഡ് ദേർ. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്ത ഐറ്റമാണ്. അതുപോലെ തന്നെ വെൻ മൈ വൈഫ് ആൻഡ് ഐ വി വെന്റ് ടു ബാലി ഫോർ ഹണിമൂൺ. ഹണിമൂണിന് പോയിട്ട് തിരിച്ചു വന്ന വഴി സിംഗപ്പൂരിൽ നിന്നാണ് നമ്മൾ ഈ ബോട്ടിൽ മേടിച്ചത്. ടുഡേസ് മെയിൻ ഫോക്കസ് ഇസ് ഗോയിങ് ടു ബി ശിവാശ്രീകളുടെ 25-year-old ബോട്ടിൽ ദാറ്റ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ പാക്കേജിങ്. ഒരു മാനുവലിന്റെ ഒരു ഗൈഡ് ബുക്ക് പോലത്തെ സാധനം, talking about the heritage, history, etc. Very clean looking bottle. ഞാൻ ഈ ബോട്ടിലിൽ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഷോക്കേസ്. പ്രോഡക്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഈ മാർക്കറ്റിംഗ് ഫീൽഡിലായത് കാരണം വി ടെൻഡ് ടു നോട്ടീസ് ഇതുപോലത്തെ സാധനങ്ങൾ. പ്രോഡക്റ്റ് ഷോക്കേസിംഗ് എന്ന് പറയുമ്പോഴേക്കും ഞാനിത് ശ്രദ്ധിച്ചേക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ അവിടെ ഒരൊറ്റ ചെറിയൊരു ലേബിൾ മാത്രമേ, ബാക്കി എവറിത്തിങ് ഇസ് പ്യുവർ ക്ലീൻ വിസിബിൾ ആയിട്ട് വെച്ചേക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ദാറ്റ് ഇസ് ദ മെയിൻ തിങ് അബൌട്ട് ഈ ബോട്ടിൽ. സോ വിൽ ഷോ യു ഗൈസ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. ഇതിന്റെ ചെറിയൊരു ഓപ്പണിംഗ് സെഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. So this is how you open it. നോക്കുമ്പോഴേക്കും the branding. Here is the product showcase. ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റിന്റെ ഷോക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് I'll just hold it against the light so you can see it properly. So you look at it. ഇവിടെ കുറെ അനാവശ്യമായിട്ടുള്ള ബഹളം സാധനങ്ങളൊന്നുമില്ല. ഒറ്റ ബ്രാൻഡിങ് ലേബിൾ, പിന്നെ ബാക്കിയുള്ള വട്ടവർ അവരുടെ മാൻഡേറ്റീവ്സ് മാത്രം. അതും പ്രാക്ടിക്കലി ഒരു സീ ത്രൂ സ്റ്റിക്കറിലാണ് ആസ് മച്ച് ആസ് പോസിബിൾ അവർ ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ ദേ ഹാവ് ദ സിഗ്നേച്ചർ ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് എ റെയർ ആൻഡ് ലിമിറ്റഡ് ബ്ലെൻഡ് എന്നും പറഞ്ഞുള്ള അവരുടെ ചെറിയൊരു മാർക്കിങ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു കൻ സീ വുഡിന്റെ ചെറിയ പീസുകൾ ഇവിടെ ഇങ്ങനെ കിടക്കണൊക്കെ നമുക്ക് കാണാൻ പറ്റും. So what I love about this bottle is that ഇത് pure product showcasing ആണെന്ന് വെച്ചാല് ശിവാശ്രീകളെ എങ്ങനെ ഹൈപ്പ് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഇസ് വെരി മച്ച് അബൌട്ട് ദ പ്രോഡക്റ്റ്, അവരുടെ ക്വാളിറ്റി. ഈ സാധനം കാണുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഇറ്റ് ഇസ് വെരി മച്ച് അബൌട്ട് ഇതിൽ ലൈറ്റിന്റെ അഗൻസ്റ്റ് പിടിച്ചു കഴിയുമ്പോഴേക്കും ദ കളർ ഓഫ് ദ വിസ്കി. ഒരു പരിപാടിയില്ല, എൻഗ്രേവിംഗ് സാധനം മാത്രം ഉണ്ടെന്നല്ലാതെ വേറൊരു സാധനം കാണിച്ചു. So we are still unsure of how exactly we're going to open it. I would presume that ഈ ലേബിൾ പൊട്ടിച്ചിട്ട് ബാക്കിൽ ചരട് അഴിച്ച് പൊട്ടിച്ചിട്ടായിരിക്കും യു ഓപ്പണിംഗ് ദ ടോപ്പ് എന്നുള്ളതാണ് മൈ ഗസ്. ഈ ചരടിന്റെ അവിടെ 25 years ബ്രാൻഡിങ് ഉണ്ട്. Now if you can come closer, ഇത് നോക്കി കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് ചെറിയൊരു ബുക്ക്ലെറ്റൊക്കെ കിട്ടും. ബുക്ക്ലെറ്റിൽ ഇതുപോലെ തന്നെ
I'm guessing they're talking about അവരുടെ ഹിസ്റ്ററി ആൻഡ് എപ്പോഴാണ് അത് ലോഞ്ച് ചെയ്തത്, ഈ 25-year-old ബ്ലെൻഡ്, how it is a limited series, the origin story, birth of 25-year-old Shiva's liquor whiskey, the people behind the making, success stories. They obviously take pride in their blending. Basically, how to drink and what happens when you drink it, എവിടെയൊക്കെയാണത് ഫീൽ ചെയ്യണത്. സോ നമുക്ക് ഇതിൽ കിട്ടണ സാധനങ്ങൾ എന്ന് പറയുമ്പോഴേക്കും your nasal passage basically gets enticing fruity aromas of sweet orange and peach, followed by notes of nuts. പാരറ്റിൽ കിട്ടണമെന്ന് വെച്ചാൽ hints of rich milk chocolate, orange and fondant creaminess. Okay. And the finish is supposed to be smooth, rounded and luxuriously long. In the last page they talk about how a legend is born. In the booklet. Very premium quality, premium packaging. Saint Remy. So this was a gift from a friend of mine from Canada. I want to bring a bottle. I really like it so much. I made this whole entire campaign about marketing this product. ഒരു വിശദമായ കൂട്ടായ്മക്കായി സെയിന്റ് റമി എന്നുള്ളതുകൊണ്ട് ഒരു TVC പിടിക്കുന്ന ഒരു കാര്യം. I joked about it with my dad. Very nice liquor. അടിപൊളി സാധനമാണ്. This I got from Goa. 3 monkeys. പൊട്ടിച്ചിട്ടില്ല. Looks really classy. അടിപൊളി സാധനം കൊണ്ട് തന്നതാണ്. ഇത് പൊട്ടിക്കുമ്പോൾ വേണമെങ്കിൽ അടുത്ത വീഡിയോ. സോ ഇതിലിപ്പോ ലിക്വിഡ് ഇല്ലാത്തപ്പോൾ കാണാനായിട്ട് it might be a little difficult. This one is called Facewood. So this is a skeleton structure. I don't know if you can see properly. ഞാനിത് വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഈ സാധനം ഞാനിതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചാണ്. വാട്ട് ഐ സീൻ പീപ്പിൾ ഡു ഇസ് നമ്മുടെ ഹൈക്കോർട്ടിൽ ഇതുപോലെ തന്നെ ഇതുപോലത്തെ കുപ്പികൾ വെച്ചിട്ട് മറ്റേ കുലുക്കി സർബത്ത് അടിക്കണ സിംബോളുണ്ട്. മറ്റേ ഐ തിങ്ക് കോളിംഗ് കിട്ടുന്നത് തലയോട്ടി സർബത്ത്, അങ്ങനത്തെ വെറൈറ്റി ആയിട്ട് അടിക്കുന്നത്. സോ ഇതിന്റെ ഒരു മോഡൽ is also there. പിന്നെ we have some really good wine that we bought from Coorg. ഈ ഹോം മെയ്ഡ് വൈൻ ആണ്. ഇത് പൊട്ടിച്ചിട്ടില്ല. What they've told us is that പൊട്ടിക്കാതെ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. It doesn't have an expiration എന്നാണ് പറയുന്നത്. This one we had opened it. അത് കുറച്ച് കുടിച്ചിട്ട് തന്നെ കുറച്ച് ബാക്കി ഉണ്ടായി. കുറെ നാളായിട്ട് കുടിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് മാറിയിട്ടുണ്ടായി. സോ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വേഗം കുടിക്കണം എന്നുള്ളതാണ്. This is a red wine. I think that bought നമ്മൾ ഈസ്റ്ററിനൊക്കെ പൊട്ടിച്ചാണ്. നോൺ ആൽക്കഹോളിക് വൈനാണത്. അമ്മയുടെ വായ്പ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വൈൻ കുടിക്കാം എന്ന് തോന്നുന്നുണ്ട്. ഇതടിച്ചിട്ടൊന്ന് പൂസാവുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ട്. പരാതി പറഞ്ഞൊരു ബോട്ടിലാണ്. നോ ദാറ്റ് വാസ് നോൺ ആൽക്കഹോളിക്. പിന്നെ we have a Highbury Classic. ഇതിന്റെ casing also is very nice. We don't have the casing to show you guys today. നാട്ടുകാരെന്നേക്ക് ഉമ്മരി കള്ളൂടി എന്റെ പരിപാടിയാണെന്ന് വിചാരിക്കും അല്ലേ. പക്ഷെ we actually don't drink that much. Okay, സാധനങ്ങളൊക്കെ പറഞ്ഞ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമ്മളൊന്നും കുടിച്ച് തീർക്കാതെ. ദിസ് ഓഫ് ലിമിറ്റ്സ് ഇതുപോലെ തന്നെ നമ്മള് IPL-ന്റെ ഫൈനൽ വെൻ ബാംഗ്ലൂർ വൺ നമ്മുടെ ഓഫീസിലത്തെ ടീമായിട്ട് എല്ലാവരും കൂടി ഇവിടെ ചെറിയൊരു പാർട്ടി ഉണ്ടായി. അപ്പൊ പൊട്ടിച്ചയക്കണം. പിന്നെ നമുക്ക് അറിയാവുന്ന ഈ മാജിക് മൊമെന്റ്സ് label ഉണ്ട്. So this is again some wine from മേഘമല അല്ലേ. കമ്പത്ത് പോയപ്പോ കിട്ടിയതാണ് അല്ലേ. This I think again this Bangalore based brand. ഇന്ത്യയിൽ ഉണ്ടാക്കണ one of the really strong
വിസ്കീസിൽ വന്നൊരു സംഭവമാണ് അമൃത്. ലോട്ട് പീപ്പിൾ നോസ്. ഇത് വളരെ ഫേമസ് ആയി, നാട്ടുകാരെല്ലാവരും ഒരു ഇന്ത്യൻ വൈൻ മേക്കർ എന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു ഇന്ത്യൻ വിസ്കി എന്ന് തോന്നുന്ന ഇന്ത്യക്കാരി കുറെ പ്രൈഡ് പിടിക്കുന്ന ഒരു ബ്രാൻഡാണ്. ദിസ് ഇസ് വെരി വെൽ നോൺ ബ്രാൻഡ്. അമൃത് വളരെ സ്ട്രോങ് വിസ്കിയാണ്. വെരി ഗുഡ് ഡ്രിങ്ക്. സോ ദിസ് ഇസ് ദ വൈറ്റ് വാട്ടർ. ഞാനതിവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. സോ യു കൻ സീ ഇറ്റ് ബെറ്റർ. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ബ്രാൻഡിങ്ങും അവരുടെ കണക്ഷൻ സാധനങ്ങളും ഉണ്ട്. ഇവിടെ സാധാരണ ജോണി വാക്കറിനെ വെക്കാനടുത്ത് ഇതുപോലെ തന്നെ വൈറ്റ് വാക്കറിന്റെ മുഖമാണ് വെച്ചേക്കുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ജോണി വാക്കർ ഹൂസ് വൈറ്റ് വാക്കർ. ഇവിടെ ഇതുപോലെ ഈ സാധനം തണുപ്പിച്ച് കഴിയുമ്പോഴേക്കും വിന്റർ ഫിയർ എന്നുകൊണ്ട് എഴുതി വരും. സോ റൈറ്റ് നൗ യു കാൻ സീ it. ഇതിൽ വിസ്കി ഉള്ളപ്പോൾ സാധനം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ദി ഐസ് ഫ്രീസസ് യു കൻ സീ സാധനം എഴുതി വരും. പിന്നെ ഇതിന്റെ ഹെൽത്ത് ഹിസ്റ്ററി കണക്ഷൻ ഉള്ളത് HBO കൂടിയുള്ള കൊളാബിൽ ചെയ്ത ലിമിറ്റഡ് എഡിഷൻ സീരീസിൽ പെട്ട ഒരു സാധനമാണ്. സോ ഐ ഹാഡ് ടു ഹാവ് ഇറ്റ്. I definitely wanted one of these bottles. ഇത് എത്രയോ വളരെ ലിമിറ്റഡ് കപ്പാസിറ്റിയിൽ ചെയ്തേക്കുന്ന ഒരു ബോട്ടിലാണ്. ദിസ് റിമൈൻഡ്സ് മീ ഓഫ് ഗ്രീൻ ലേബിൾ അല്ലോ. ഇത് ടേസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഐ കീപ് ഗോയിങ് ബാക്ക് ടു ഗ്രീൻ ലേബിൾ. നമ്മളിത് എന്നാണ് ഇനി പൊട്ടിക്കുന്ന വല്ല ഒരു നിശ്ചയമുണ്ട്. എന്നാണ് പൊട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ വെറുതെ വെച്ചോണ്ടിരിക്കണം. ആക്ച്വലി ജസ്റ്റ് ഹാവ് ഇറ്റ് ടു ഓപ്പൺ ഇറ്റ്. നമ്മൾ ഇന്ന് എന്തായാലും പൊട്ടിക്കണല്ല. ഇന്ന് നമുക്ക് വേറെ ഏതെങ്കിലും കഴിക്കാം. ഇന്ന് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഈ കൈൻഡ് ഓഫ് ഫിഗർ വി ഹാവ് സോ മച്ച് സിറ്റിംഗ് അറൗണ്ട് എനിഹൗ നമുക്ക് വേണമെന്ന് പൊട്ടിക്കാം. Happy Father's Day. Happy Father's Day. Cheers. Cheers.